അപ്പോ രാധിക വളരെ വിദഗ്ധമായി നിന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? അന്നേ ഞാൻ പറഞ്ഞല്ലടാ. അപ്പൊ നിനക്കായിരുന്നില്ലേ ക്രിമിയടി? സോറി ജയ. കണ്ടകശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്. ഇത് നിന്നെ കൊണ്ടേ പോകും. ആദ്യ രാത്രി സ്ലീപ്പിംഗ് പിൽസ് കലക്കി തന്നവള് ഇനി പാഷാണം കലക്കി തരാനും മടിക്കില്ല. അങ്ങനെ അവള് കലക്കി തന്ന അതിന്റെ പാതി നിന്നെ കൊണ്ട് ഞാൻ കുടിപ്പിച്ചിരിക്കും. നാവ് വളച്ചൊന്നും പറയാതെ തെണ്ടി. ഏതായാലും നിന്റെ ഭാര്യയോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. നീ ഒരു കോപ്പും സംസാരിക്കണ്ട. ഇന്ന് ഞാൻ നീ വണ്ടി കയറും. വണ്ടി കയറാൻ ഞാൻ ചില നമ്പറുകളൊക്കെ ഇട്ട് രാധികയുടെ ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിലാക്കാൻ ഒരു ശ്രമം നടത്തും. സൈക്കോളജിക്കൽ അപ്രോച്ച്. ഈ കൂടുതൽ അപ്രോച്ച് എടുത്ത് അവള് നിന്നെ എൻക്രോച്ച് ചെയ്യാതിരിക്കാൻ. എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? നിങ്ങൾ ആണുങ്ങൾക്ക് തോന്നിയ പോലെ ഇറങ്ങി അങ്ങ് പോയാ മതി. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളാ തീ തിന്നുന്ന്. കുറച്ചു നേരം കാണാതായപ്പോ ഞാൻ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ? ദേ ഉണ്ണി, ഇനി ജയേട്ടനെയും കൊണ്ടുള്ള കറക്കം നിർത്തണേ. എവിടെയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഇതുവരെ? അതെ, എനിക്ക് ഇൻകം ടാക്സിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ടായിരുന്നു. ഇത്തവണ അവരെനിക്ക് അസസ് ചെയ്തിരിക്കുന്നത് 1,57,635 രൂപ 56 പൈസ 55 പൈസയോ 57 പൈസ. അയ്യോ, കഷ്ടമായി പോയി കേട്ടോ. അല്ല ചേട്ടാ, ഈ വായി നോക്കി നടക്കുന്നവർക്ക് എന്ന് മുതലാ ഗവൺമെന്റ് ഇൻകം ടാക്സ് ഏർപ്പാടാക്കിയത്? നിനക്ക് ഇൻകം ടാക്സിന്റെ സമയമാകുമ്പോ ഞാൻ അറിയിക്കാം. അതെ, ആ സമയത്ത് അന്നസറി ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഇവിടെ സംസാരിച്ച് നാവിലെ വെള്ളം വെച്ചിരിക്കാം. കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ടൊന്നുമില്ല. ചൂടോ അതോ? ചൂടായാലും ഹോട്ടായാലും കുഴപ്പമില്ല. ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നാണല്ലോ. ഉണ്ണേത്തിന് നല്ല മധുരം വേണം. ആളൊരു പഞ്ചാര പ്രിയനാ. അതെയോ? എന്നാ ഇപ്പൊ എടുക്കാം. ഞാൻ മിണ്ടരുത്. അവള് പറയുന്നൊന്നും മിണ്ടിപ്പോരുത്. ഉടനടി നിന്നെ ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കൊണ്ടുപോയി കാണിക്കണം. എടാ, സ്വന്തം ഭർത്താവിനെ കുറച്ചു നേരത്തേക്ക് കാണാതായപ്പോ തീരുന്ന ഭാര്യ നിനക്ക് സ്ലീപ്പിംഗ് പിൽസ് തന്നു എന്ന് പറഞ്ഞാൽ സുബോധമുള്ളവർക്ക് ബോധ്യപ്പെടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. അവള് കലക്കി തന്ന ഉറക്ക കൂടി കഴിച്ച് ബോധം പോയി എന്നേക്കാൾ നിശ്ചയം ജന്മനാ ബോധമില്ലാത്ത നിനക്കാണോ പുല്ലേ? പഞ്ചാരപ്രിയനാണല്ലേ കൂട്ടുകാരൻ? ഇന്ന് അവന്റെ പ്രിയം ഞാൻ നിർത്തി. ഉഷ്ണം ഉഷ്ണേന ശാന്തിയല്ല, ഉഷ്ണം ഉപ്പേന ശാന്തി. ജയന് ചായ എടുത്തില്ലേ? ജയേട്ടന് ഞാൻ അധികം ചായ കൊടുക്കാറില്ല. അല്ലേ? ചായ അധികമായ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്ന് ഈ ആഴ്ചത്തെ മഹിളാരത്നത്തിലുണ്ടായിരുന്നു. ഭാര്യയെ കഴുത്തേരിച്ചൊന്നൊരു ഭർത്താവിന്റെ കഥയും ഈ ആഴ്ചത്തെ മഹിളാരത്നത്തിലുണ്ട്. എന്താ? ഒന്നുമില്ല ജയ. ഉത്തമ ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ ആരോഗ്യത്തെ കുറിച്ച് ബോധവതിയായിരിക്കും. പഞ്ചാരപ്രിയന് മധുരം മതിയോ? എന്നാ കുടിക്കേ. ഇങ്ങനെയാണോ ചായ കുടിക്കുന്നത്? ഇങ്ങനെ കുടിക്കാം. എടാ, കണ്ണി കണ്ടത് വലിച്ചു വാരി കഴിക്കുമ്പോ ആലോചിക്കണം. മനുഷ്യന്റെ കുടല് വരെ പുറത്തു വന്നിരിക്കുമ്പോഴാ തന്റെ ഈ കണക്ക് പോയ കുടലല്ല നിന്റെ ഹാർട്ട് വരെ പുറത്തു. വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ മുതുകൊന്ന് തടവിത്ത വാളെ. ഇതാണ് വാള്. ഇവരെന്താ വിഷം കഴിച്ചിരിക്കുന്നു? വിഷം തന്റെ. അയ്യോ, എന്താ ഇവിടെ? എന്ത് പറ്റി? ഇവൻ പരാമറടിച്ചിരിക്കുന്നു. വിഷം. അയ്യോ, ഇത് പരാമറല്ല ചേട്ടാ, മറ്റവനാ. മറ്റവൻ. ആ, മദ്യം. വെള്ളം ചേർക്കാതെ മുഴുവനായിട്ട് കഴിച്ചു കളഞ്ഞു. ഇപ്പൊ ഞാൻ മേനം ചേട്ടാ. ചേട്ടാ ക്ഷമിക്കേ. ഏറ്റോ. ആ, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. ചേട്ടല്ലോ. ഉണ്ണി, നിനക്കെന്റെ ഭാര്യയോട് സംസാരിക്കണ്ടേ? വേണ്ട.